ജീവിതത്തിൽ ഒരുപാട് നന്മകളില്ലെങ്കിലും അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ഭയന്നാൽ, അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഭയന്നാൽ, ആ ഭയന്നതിന് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിസ്കരിക്കുന്നവന് 2 സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ല. നോമ്പ് പിടിച്ചവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. സദഖ കൊടുത്തവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. ഹജ്ജ് ചെയ്തവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. ഖുർആൻ പഠിച്ചവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു പറയുകയാ, എന്നെ ആരെങ്കിലും ഭയന്നാൽ, എന്നെ ആരെങ്കിലും ഭയന്നാൽ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, ഈ ലോകത്തിന്റെ അധിപനായ ഒരു റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ചോദിക്കുമല്ലോ, ആ റബ്ബിനോട് മറുപടി പറയണമല്ലോ. ഒരു റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞ, വലിമൻ ഖാഫ മഖാമി ജന്നതാൻ. 2 സ്വർഗമാ, 2 സ്വർഗമാ. ഹറാമായ വഴിയിലൂടെ പണമുണ്ടാക്കാൻ എളുപ്പമാണ്, എളുപ്പമാണ്, എളുപ്പമാണ്. പക്ഷേ ഹറാമായ പണം വേണ്ട, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാ, റബ്ബിനോട് കണക്ക് പറയേണ്ടതാ. അതുകൊണ്ട് ഹറാമായ വഴിയിലൂടെ എളുപ്പം പണമുണ്ടാക്കാൻ വഴിയുണ്ട്. പക്ഷേ എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ റബ്ബ് നിനക്ക് 2 സ്വർഗം തരികയാണ്. മോനെ, കള്ള് കുടിക്കാൻ കൂട്ടുകാർ ഫ്രീ ആയി വാങ്ങിത്തരുന്നു. എനിക്ക് റബ്ബിനെ പേടിയാ. വ്യഭിചരിക്കാൻ അവസരമുണ്ട്. ആരും കാണാതെ ഒരു പെണ്ണ് നിനക്ക് സർവ്വ സൗകര്യവും ഒരുക്കി തരുമ്പോ, പെണ്ണ്, എനിക്ക് റബ്ബിനെ പേടിയാണ്, എനിക്ക് റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കതിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമോ? നീ എങ്ങനെ പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ചരിത്രങ്ങളുണ്ട്, എത്രയോ ചരിത്രമുണ്ട്. ഒരു വലിയൊരു സഹാബിയുടെ ചരിത്രം പറയുന്നു. വലിയൊരു മഹാൻ, അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. എങ്ങനെയും വല്ലാത്ത ആരോഗ്യവാനാ മഹാൻ, ഇവിടെ വലിയ ആരോഗ്യവാനാണ്, നല്ല ചെറുപ്പക്കാരനാ. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെയും കീഴ്പ്പെടുത്തും. അപ്പോൾ സുന്ദരിയായൊരു പെണ്ണ് വഴിയിലൂടെ നടന്നു പോകുന്നു. എത്രയോ പ്രാവശ്യം ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റണില്ല. അവസാനം 2 കൽപ്പിച്ചിട്ട് വീടിൻ്റെ മതില് ചാടി പാതിരാത്രി വീടിനകത്ത് കയറി. ആ സുന്ദരിയായ പെണ്ണിൻ്റെ വീടിനകത്ത് കയറിയിട്ട് ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി, ആ പെണ്ണിനെ ശാരീരികമായി കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കാൻ പോകുന്ന സമയത്താ അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ഈ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുകയാ. ഒരു പെണ്ണിനെ, താൻ ആഗ്രഹിച്ച് കാത്തിരുന്ന പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് പ്രായമുള്ള ഒരു ഉമ്മ ഖുർആൻ ഓതുന്നു. നിനക്ക് നന്നാകാൻ സമയമായില്ലേ എന്നർത്ഥം വരുന്ന, നിനക്ക് നന്നാകാൻ സമയമായില്ലേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള ഓർമ്മയില്ലേ എന്നർത്ഥം വരുന്ന ഖുർആനിലെ ഒരായത്ത് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ അങ്ങോട്ട് ഓതുക. ഇത് കേട്ടപ്പോഴാ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിൻ്റെ 2 കാലുകൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നന്നായി ലോകമറിയുന്ന പണ്ഡിതനായി മാറിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കേട്ടിട്ട്? ഖുർആനിലെ ഒറ്റ എന്തിനാ ഇങ്ങനെയുള്ള കഥ പറയണത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സൂറത്തു ത്വാഹ എന്നൊരൊറ്റ ആയത്ത്, ഖുർആനിലെ ആയത്ത് കേട്ടിട്ടാ, ഖുർആൻ കേട്ടിട്ടാ മുസ്ലിമായത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഞാനും നിങ്ങളും എത്ര കേൾക്കുന്നു, ഇന്ന് ഉറങ്ങാം കേട്ടിട്ട്.
അൽഹംദുലില്ലാ വലിയ വലിയ സൂറത്തുകളൊക്കെ ഓന്ന് കേട്ടിട്ട് നിന്ന് ഉറങ്ങുന്നവരുണ്ട്. ചിലരൊക്കെ കോട്ടുവായിടുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. ആ ഭയന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു നിനക്ക് സ്വർഗം തരും. നിൻ്റെ ജീവിതത്തിൽ നന്മകൾ കുറവാണോ എങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്ക്, അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 4-മതായി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഇബാദത്തുകളിൽ ഉണ്ടാകേണ്ട 2 ഘടകങ്ങളാണ്. നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നിനക്കുണ്ടാകേണ്ട 2 ഗുണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഭയവും പ്രതീക്ഷയും ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നിനക്കുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇബാദത്തുകൾ നിസ്കരിക്കുന്ന സമയത്ത്, സദഖ കൊടുക്കുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്ത്, വഅദ് കേൾക്കുന്ന സമയത്ത്, പള്ളിക്കകത്തിരിക്കുന്ന സമയത്ത്, ഏത് നല്ല കാര്യം നീ ചെയ്യുമ്പോഴും അല്ലാഹുവേ നിനക്ക് വേണ്ട 2 കാര്യങ്ങളാണ്. 1 ഭയമുണ്ടാകണം, 2 പ്രതീക്ഷയുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയം നമുക്കുണ്ടാകണം. പടച്ചവരെ, കൈകെട്ടികെട്ട് നിസ്കരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ്, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതല്ലാഹു സ്വീകരിക്കുമോ? ഇതല്ലാഹു സ്വീകരിക്കുമോ? ഇത് അല്ലാഹുവേ. പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഇബാദത്ത് ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നിനക്ക് പേടിയും ഉണ്ടാകണം, പ്രതീക്ഷയും ഉണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിൻ്റെ ഖുർആൻ അവിടെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾക്കറിയാം ഇത് സ്വീകരിക്കൂല എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ, വല്ല കാര്യമുണ്ടോ? എല്ലാവരും നേരെ ഇരുന്ന്, ഇത് ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കയ്യും കാലും നീട്ടി നേരെ ഇരിക്കറോ? അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഓന് തന്നെ വിശ്വാസമില്ല, പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? പറ. ഒരാൾ അള്ളാഹിനോട് ഉസ്താദ് ഇരുന്ന് ദുആ ചെയ്യുക, അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ല, കല്യാണം നടത്തണേ അല്ല, വീട് തരണേ അല്ല, ആമീ ആമീ ആമീ, വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. 1 പേടി വേണം. അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിനോട് ഭയം ഉണ്ടാകണം. അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 രണ്ടുമില്ലെങ്കിൽ പോയി അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുമില്ല, ഒരു പേടിയില്ല. അതുകൊണ്ടാണ് കൈകെട്ടി നിന്നിട്ട് നിസ്കാരത്തിൽ നിൽക്കുക, മടക്കുന്നു, തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ നേരെയാക്കുന്നു, അൽഹംദുലില്ലാ. ഇടയ്ക്കൊക്കെ നോക്കുന്നു, ഫോൺ അടിക്കുക, ഉടനെ മൊബൈൽ അബൂബക്കർ വിളിക്കുന്നു, എവിടെ? നിസ്കാരത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കാം, പടച്ചവൻ എല്ലാവരും നേരെയാണോ നിൽക്കണേ? എപ്പോഴും നിസ്കാരത്തിലെ നിസ്കരിക്കുമ്പോൾ എവിടാ നോക്കേണ്ടത്? നിസ്കരിക്കുമ്പോൾ എവിടാ നോക്കേണ്ടത്? ഈ സീറ്റിൽ എവിടാ നോക്കുന്നേ? ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കാറുണ്ട്. പലരും നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണത് താഴ് സുജൂദിൻ്റെ സ്ഥലത്തല്ലേ നോക്കേണ്ടത്? പലർക്കും അറിയണില്ല, ഇങ്ങനെ നിൽക്കുക. ചില കൈയൊക്കെ കെട്ടല് കണ്ടാ പറയണ്ട, അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലരുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. നിസ്കരിക്കുന്ന രീതികളൊക്കെ ഒരു ശ്രദ്ധയില്ല കേട്ടാ. ചിലരൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ കൈകെട്ടുന്ന എവിടാന്ന് പോലും പലർക്കും അറിയുന്നില്ല. അതാ സങ്കടം. പലരുടെയും കൈകെട്ടുകൾ തന്നെ നമ്മൾ കൈകെട്ടുമ്പോൾ എങ്ങനെയാ അപ്പോൾ കൈകെട്ടണ്ടേ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത് എങ്ങനെ കെട്ടണേ? ഒന്ന് പറയടോ, എങ്ങനെ കൈകെട്ടണ്ടേ? കൈ കെട്ടലല്ല, തക്ബീറത്തുൽ ഇഹ്റാം. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ട് നമ്മുടെ ചെവിയില്ലേ, ആരാ അപ്പം അങ്ങനെ കെട്ടണേ? എത്ര പേരുണ്ടെന്ന് ചോദിച്ചിരിക്കുക, ആലോചിക്കുക.
നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ചെവിയിൽ ഇങ്ങനെ മുട്ടണമെന്ന് കൈയിട്ടില്ലേ, അല്ലാഹു അക്ബർ ഇല്ലേ, എത്ര പേരാപ്പാ. സത്യമല്ലേ, ഞാൻ കളിയാക്കിയതല്ല. ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാറില്ല. പല രീതിയിലാണ് ഇന്നത്തെ കൈകെട്ടൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് കൈ കെട്ടണോ അല്ലേ? കൈ കെട്ടണോ അത് വേറെ വിഷയം. നിങ്ങൾ ചെയ്യുന്നത് പടച്ചോനെ, നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെവിയിൽ തള്ളവരട് ഇങ്ങനെ മുട്ടിക്കും, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടും. ഇന്ന് ചിലര് പല രീതിയിലുള്ള കൈകെട്ടലുകൾ, ഫാഷൻ മോഡലുകൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കാൻ കഴിയണം. ഓരോ ഇബാദത്തും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സുജൂദിൻ്റെ ഭാഗത്ത് നോക്കണമെന്ന്, അല്ല ഇങ്ങനെ മുകളിലേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു സഹാബി നിന്ന് നിസ്കരിച്ചു. അദ്ദേഹം തൻ്റെ വസ്ത്രം കണ്ടവന്ന് നേരെയാക്കിയെന്ന. അദ്ദേഹം വസ്ത്രം നേരെയാക്കി, മുടി നേരെയാക്കി, എന്തോ നിസ്കാരത്തിൽ ഒന്നും വസ്ത്രം കണ്ട് ഇങ്ങനെ നേരെയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബി വിളിച്ചിട്ട്, അത്രേ അള്ളാഹിനെ പേടിയില്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തൻ്റെ വസ്ത്രം ഒന്ന് നേരെയാക്കി, നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാൻ, നിനക്ക് അള്ളാഹിനെ പേടിയില്ലേ? എന്ത് ചെയ്തിട്ടാ? കളിച്ചതാണോ? അല്ല, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ വസ്ത്രം ഒന്ന് നേരെയാക്കിയപ്പോൾ നിനക്ക് അള്ളാഹിനെ പേടിയില്ലേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മൾ ഇന്ന് നിസ്കരിക്കുന്നത് കണ്ട നിസ്കരിക്കാന്ന് പോലും ആരും പറയത്തില്ല. പുറവിൽ നോക്കുവാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കണ രീതിയിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല സഹോദരങ്ങളെ. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. നമുക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷെ നമ്മളത് സൂക്ഷിക്കുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് വേണ്ട നാലാമത്തെ കാര്യം, അള്ളാഹുവെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സമയം ഇത് അള്ളാഹു സ്വീകരിക്കുമോ? ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, റബ്ബ് കാണുന്നുണ്ട്, അപ്പം അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടാകണം. 2, ഇത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5ാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനകളിലും ഭയവും ഉണ്ടാകണം, അതുപോലെ പ്രതീക്ഷയും ഉണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബാദത്തിന്റെ വിഷയത്തിൽ നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ഏത് കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകണം, പ്രതീക്ഷയും ഉണ്ടാകണം. 5, നീ പ്രാർത്ഥന നടത്തുമ്പോൾ, നീ ദുആ ചെയ്യുമ്പോൾ ആ സമയത്തും നിനക്ക് ഭയവും പ്രതീക്ഷയും ഉണ്ടാകണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, തീർച്ചയായും അവർ പ്രവാചകന്മാർ ഉത്തമ കാര്യങ്ങൾ ധൃതി കാണിക്കുകയും അതുപോലെ ആശിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു കുടുംബങ്ങളിൽ ജീവിച്ചവരാണ്. നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യങ്ങൾ നോക്ക്. പണ്ടൊക്കെ പടച്ചവനെ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒതുപെടുക്കുകയാണ്, എന്നിട്ട് പടച്ചവനെ ഒരുമിച്ചിരുന്ന ദിക്റുകൾ പറഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന പടച്ചറബിനോട് ദുആ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിൽ വാപ്പയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, പണ്ടൊക്കെ നമ്മൾ ചിന്തിക്ക്, നമ്മുടെ വീട്ടിലെ ഉസ്താദ് ആരാ? നമ്മുടെ വാപ്പ തന്നെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇല്ലേ അത്ത എല്ലാവരും വിളിക്കും. മഗ്രിബാകുമ്പോൾ നേരത്തെ കാലത്ത് ഒതുവൊക്കെ എടുത്ത് ദിക്റുകളൊക്കെ പറയും, ഒരുമിച്ചിരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പണ്ടൊക്കെ പള്ളിയിലൊക്കെ കേൾക്കാമായിരുന്നു, ഇപ്പം ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വെള്ളിയാഴ്ച രാവൊക്കെ കൂടുമ്പോൾ എല്ലാവരും ഇരുന്ന് യാസീനൊക്കെ ഓതിയിട്ട് അത്ത ദുആ ചെയ്യും. നമ്മളൊക്കെ പുറകിലിരുന്ന് ആമീൻ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചിരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, നാളെ സ്വർഗത്തിൽ കുടുംബസമേതം കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവർ കുടുംബസമേതം പോകും. അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച്? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും ഭാര്യയും ഭർത്താവും മക്കളുമായി പായിപ്പാടുള്ള നിങ്ങൾ പായിപ്പാട് ജീവിച്ചതുപോലെ ഇവിടെ ഒരുമിച്ചാണല്ലോ. നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുമിച്ച്, ഇവിടെയും നിങ്ങൾ ഒരുമിച്ച് എങ്ങനെ? അവര് 4 ഗുണങ്ങളുണ്ട്. അവർക്ക് 4 ഗുണമുണ്ട്. അതിലൊരു ഗുണം, അവരൊരുമിച്ചിരുന്ന് ദുആ ചെയ്തവരാ. അവരൊരുമിച്ചിരുന്നിട്ട് തന്റെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞവരാണ്. ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, നമുക്കുണ്ടാകേണ്ട 5ാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അവർ ദുആ ചെയ്യുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അവർ ദുആ ചെയ്തവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ഒരു ബോധമില്ലല്ലോ. പടച്ചവനെ, പഞ്ചായത്തിലോ വില്ലേജിലോ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ എന്തൊരു ഭയമെന്നറിയുമോ, എന്തൊരു താഴ്മയെന്നറിയുമോ, എന്തൊരു വിനയമെന്നറിയുമോ. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ മര്യാദ പാലിക്കുന്നില്ലല്ലോ. കിബിലയുടെ നേരെ കാല് നീട്ടിയിരുന്നിട്ട് ദുആ ചെയ്യുന്നവനുണ്ട്, നേരെയൊന്ന് കൈപിടിക്കാൻ കഴിയാത്തവനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വില്ലേജിലോ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഒരു കാര്യം, ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി പോകുമ്പോ, സാറേ ആരെ വിളിക്കണേ, എന്തൊരു വിനയമെന്നറിയോ. ഇറങ്ങി എന്നിട്ട് വേറെ വിളിക്കണത്, അത് പോട്ടെ. എങ്കിലും നമ്മുടെ കാര്യം എന്നാൽ നമ്മൾ ചിന്തിക്ക്, അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ രോഗങ്ങൾ മാറ്റി തരണേ അല്ല, കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ല, മക്കളെ നന്നാക്കണേ അല്ല, കടം മാറ്റണേ അല്ല. അല്ലാടി വയ്ക്കുക, ആരുടെ കാര്യം? നമ്മുടേത് മാത്രം. അല്ലെങ്കിൽ ഉസ്താദ് റബ്ബേ നീ നരകത്തീന്ന് കാക്കണേ അല്ല. സദ്യ ഉണ്ണാൻ ചമ്മണം കൂട്ടിയിരിക്കുക. എത്ര പേരാ അപ്പം ആമീൻ കൈ പൊക്കണേ? കണ്ടിട്ടുണ്ടാ? ഇങ്ങനെ ചിലരുടെ കൈ ഇങ്ങനെ, ചിലർക്ക് പൊക്കാൻ തന്നെ സമയമില്ല. അല്ലാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവനൊരു പേടി വേണ്ട സഹോദര. പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ ദുആ ചെയ്യുമ്പോൾ കൈ വിറയ്ക്കും. എത്രയോ ആൾക്കാർ ഇങ്ങനെ വിറച്ചോണ്ടാ ദുആ ചെയ്യണേ, കൈ ഇങ്ങനെ വിറയ്ക്കും, പേടിച്ചിട്ടെ. ഇങ്ങനെ യാചിക്കാൻ നിൽക്കുന്നവനെ പോലെ. ഇങ്ങനല്ല, അള്ളാഹുടെ കൈ മുമ്പിൽ ഇങ്ങനെ യാചിക്കാൻ നിൽക്കുന്നത് പോലെ, ആകാശത്ത് നിന്ന് എന്തോ ഇങ്ങനെ വീഴുന്ന പോലെ പേടിച്ചു വിറച്ച് നിൽക്കുന്നവർ. നമുക്കെന്ത് പേടി? അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. വെള്ളിയാഴ്ച രാവിൽ നിന്റെ പള്ളിക്കകത്തിരുന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ അർദ്ധരാത്രി നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ യാചിക്കുകയാ, നീ ആട്ടി ഓടിക്കല്ല റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ അതിലേക്കും മടങ്ങില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഞങ്ങൾക്കുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ.
നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. നീ ഗഫൂറല്ലേ അല്ലാ, നീ റഹീമല്ലേ അല്ലാ, നീ കാരുണ്യവാനല്ലേ അല്ലാ. പുറത്തു തരുന്ന നിന്നെക്കാളും ഒരാളും ഈ ലോകത്തില്ലല്ലോ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പാപങ്ങൾ പുറത്തവരെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ. ഖബറിൻ്റെ അകത്ത് സ്വർഗമാണോ നരകത്തിൻ്റെ ശിക്ഷയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലോ അല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കള് അവര് പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാണ് റഹ്മാനെ. അവര് രോഗികളാകാനുള്ള കാരണം ഞങ്ങളെ നോക്കിയതാണ് റബ്ബേ. നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, നാണം കെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം കളയല്ലേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ കൊണ്ട് കഴിയുമല്ലോ റബ്ബേ. എത്ര വലിയ രോഗവും മാറ്റാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. കുടുംബക്കാർക്ക് ഞങ്ങളെ നീ ബാധിതയാക്കല്ല അല്ലാ. എല്ലാവരും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. മരണം ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. നന്ദി കെട്ടവരാക്കല്ലേ അല്ലാ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് റബ്ബേ രോഗിയാണ്, നീ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, വൈസ് പ്രസിഡന്റിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൊന്നുമക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അൻസാരി അണ്ണന്റെ കുടുംബത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പുതിയതായി നിന്റെ പള്ളി പരിപാലിക്കാൻ തയ്യാറായവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. ഇതിലൂടെ നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതിലൂടെ നീ അവരെ തരം താഴ്ത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് റബ്ബേ. നീ സാധിപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാടും മരിക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അല്ലാ.
നല്ല മരണം കിട്ടാൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തു വച്ചിട്ടില്ല റഹ്മാനെ. എങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ട് റബ്ബേ. ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസമാക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ജനങ്ങൾ കൊതിക്കുന്ന ഒരു മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ ചെയ്തിട്ടുണ്ടോ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഓരോ മനുഷ്യന് സദഖ തരുമ്പോൾ അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്താ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നവരാണ് റഹ്മാനെ. അവരെ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ. അവരെ നീ ഉപേക്ഷിക്കല്ലേ അല്ലാ. അവരുടെ പ്രതീക്ഷ തകർക്കല്ലേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. പ്രവാസികൾക്ക് സമാധാനം നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. ആയിരക്കണക്കിന് സഹോദരിമാര് മൊബൈലും കയ്യിൽ പിടിച്ചു മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് റബ്ബേ. അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അവർക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിലേക്ക് ജനങ്ങളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഇതൊരു ദിവസം പോലും പണിയില്ലാതെ നിർത്തിയിടുന്ന അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഈ പള്ളിപ്പറമ്പിൽ കടക്കുന്ന എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാ ക്ലാസ്സിനും വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസറ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ് റബ്ബേ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. ഭാര്യയുടെ പിതാവിൻ്റെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ സ്വർഗത്തിലും ജോഡികളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ മക്കളെന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബേ, ജീവിതത്തിൽ വന്ന പിഴവുകൾ നിന്റെ കരുണ കൊണ്ട് നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹിദുമത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ ശനിയാഴ്ച ഒരു ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് തമ്പുരാന്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നു റഹ്മാനെ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു സഹോദരി കോവിഡ് ടെസ്റ്റ് കൊടുത്തു റിസൾട്ട് കാത്തിരിക്കുകയാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദിവസമാക്കല്ല അല്ലാ. ഇത് അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ. ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലാ.
നാളെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ നാഥാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ നാഥാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.